ലക്ഷദ്വീപ് യാത്രയിൽ ഒരുപാട് ആളുകൾ ആകാംക്ഷയോടുകൂടി ചോദിച്ചിട്ടുള്ള ചോദ്യം അവിടുത്തെ നാട്ടുകാരെങ്ങനെയാണെന്നുള്ളതാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. അവരുടെ രൂപമാകാം, മറ്റൊന്ന് അവരുടെ സ്വഭാവമാകാം. രൂപത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ കോലത്തിലും ഏതൊക്കെ ഭാവത്തിലും ആണ് ആളുകളുള്ളത്, അതുപോലെ തന്നെയാണ് അവിടെ ഓരോ വീട്ടിലും നാട്ടിലും ഒക്കെ ആളുകളുള്ളത്. നമ്മളെപ്പോലെ തന്നെ സെയിം, നമ്മളെ എടുത്തു വെച്ചതുപോലത്തെ ആളുകൾ തന്നെയാണ്. ആളുകൾക്ക് പ്രത്യേക രൂപമാറ്റങ്ങളൊന്നുമില്ല. സ്വഭാവത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തീർത്തും അവര് സ്നേഹസമ്പന്നരാണ്. ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടുതലുള്ള ആളുകളാണ്. നമ്മളെ അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. അവരിലേക്ക് എത്തുന്ന ഓരോ വിരുന്നുകാരും അവരുടെ പ്രിയപ്പെട്ടവരാണ്. ആ രീതിയിലാണ് അവർ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാം. ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ലോഡ്ജിലായിരുന്നു താമസിച്ചിരുന്നത്. ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് ലോഡ്ജ്. അപ്പോൾ കറണ്ട് പോയ സമയത്ത് അത്യാവശ്യം ചൂട് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ബീച്ചിൽ വന്ന്, അവിടെ ബീച്ചിൽ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടമുണ്ട്, അതിൽ വന്ന് ഞാൻ അങ്ങനെ കിടന്നു. ഫോണിൽ കളിച്ചുകൊണ്ട് കിടന്നു. എൻ്റെ പോക്കറ്റിൽ പേഴ്സ് ഉണ്ട്, എൻ്റെ ഹെഡ്സെറ്റ് ഉണ്ട്, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ശരീരത്തിലുണ്ട്, എൻ്റെ ഫോണും ഉണ്ട്. പക്ഷെ ഞാൻ ആ ഫോണിൽ കളിച്ചിട്ട് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് ആ ഇരിപ്പിടത്തിൽ വീണിട്ടുണ്ട്. ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് സുബ്ഹ് ബാങ്ക് കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരാൾ വന്ന് എന്നെ തട്ടിയെടുത്തിട്ട് ചോദിച്ചു, ഉറങ്ങിപ്പോയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതേ. ഞാൻ നെട്ടി ഉണങ്ങിക്കൊണ്ട് ഞാൻ എൻ്റെ സാമഗ്രികളാണ് ഞാൻ ചെക്ക് ചെയ്തത്. കൃത്യമായി അതൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നത് അവിടുത്തെ ജനങ്ങളിൽ നമുക്ക് അർപ്പിക്കാവുന്ന ഒരു വിശ്വാസമാണ്. തീർത്തും അന്ന് ആ ബീച്ചിൽ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ടാവും. അത്രയും സമയത്തിനിടയ്ക്ക് റോഡ് സൈഡിലൂടെ ഒരുപാട് ആളുകൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അവർ തരുന്ന ആ ഒരു വിശ്വാസം, അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ സേഫ്റ്റി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു അനുഭവം, ഞാനൊരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കടന്നു വരുന്നുണ്ട്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ടൂ വീലറിൽ രണ്ട് പയ്യന്മാരും വരുന്നുണ്ട്. പയ്യന്മാരുടെ അശ്രദ്ധ കാരണം ഓട്ടോയിൽ ഇടിക്കാൻ പോവുകയും തെന്നി മാറി പയ്യന്മാരൊരു മണലാരണ്യത്തിലേക്ക് പോവുകയും ഓട്ടോറിക്ഷ ഒരു സൈഡിലേക്കും പോയി. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓട്ടോക്കാരൻ നിരപരാധിയാണെങ്കിലും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന ശബ്ദത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കും. ബൈക്കുകാരനാണെങ്കിൽ അവൻ തെറ്റ് ചെയ്തതാണെങ്കിലും അവന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും ശബ്ദങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അവിടെ സൗമ്യമായി രണ്ടു കൂട്ടർ എണീറ്റുകൊണ്ട് ഒന്നുമില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ അവർ ആ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് അവർ പിരിഞ്ഞുപോയി. ഇതും എനിക്ക് തന്ന വലിയൊരു പാഠമാണ്. മറ്റൊന്ന്, ഞാനൊരു ദിവസം, ഞാൻ താമസിക്കുന്ന ലോഡ്ജിന് താഴെ ഹോട്ടലുണ്ട്. പക്ഷെ അവിടെ സമയപരിധിയുണ്ട്. ആ സമയപരിധി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭക്ഷണം കിട്ടൂല. അപ്പോൾ 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ടൗൺ വരുന്നുണ്ട് അഗത്തി ദ്വീപിൽ. അവിടെ ഒരു ഹോട്ടൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ആ ഹോട്ടൽ ആദ്യത്തെ ദിവസം അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് ആളുകൾ, അതായത് അവിടെ ഇരിക്കാൻ കെട്ടിയിട്ടുള്ള ഇരിപ്പിടത്തിൽ ഇങ്ങനെ പല ഭാഗത്തുമായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ അവരൊക്കെ വഴി പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ ഞാൻ ആ വഴിയിലെത്തി, സ്ഥലത്തെത്തി, ഭക്ഷണം കഴിച്ചു. തിരിച്ചു പോരുമ്പോൾ ഈ വഴിയിൽ ഞാൻ ചോദിച്ചവരൊക്കെ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ അന്വേഷിച്ചത് ഭക്ഷണം കിട്ടിയോ കഴിച്ചോ എന്നാണ്. പിന്നീട് എന്റെ കുശലാന്വേഷണങ്ങളാണ്, എന്നോട് സൗഹൃദം പങ്കുവെക്കുകയാണ് അവിടെ ഓരോരുത്തരും ചെയ്തത്. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു മഹിമ എന്ന് എടുത്തു പറയേണ്ടി വരും. ഒന്നാമത് ആ ഒരു നാടിന്റെ പ്രകൃതിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം അവരിലേക്ക് എത്തിപ്പെടുന്നതിന്റെ പ്രധാന കാരണം. പിന്നൊരു അനുഭവം പങ്കുവെക്കാനുള്ളത്, എന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ള ആ ഒരു ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും, ഷാഫിക്കയാണെങ്കിലും സീനത്തയാണെങ്കിലും ഹന്നമോളാണെങ്കിലും അതുപോലെ ഫത്തുക്കയാണെങ്കിലും ഫത്തുക്കിന്റെ ഫാമിലി ആണെങ്കിലും ഷാഫിക്കിന്റെ അനിയൻ റഹീംക്കയാണെങ്കിലും റഹീംക്കന്റെ ഫാമിലി ആണെങ്കിലും അതുപോലെ ഷാക്കിർ ആണെങ്കിലും അങ്ങനെ എല്ലാവരും അകമഴിഞ്ഞ ആ ഒരു സ്നേഹം ആ ഒരു 7 ദിവസം അവരുടെ ഭാഗത്തുണ്ടായി എന്നുള്ളത് തന്നെ ആ നാട്ടുകാരെ കുറിച്ച് എനിക്ക് ഇനിയും ഒരുപാട് ഓർമ്മകളും അങ്ങനെ ഓരോന്നും പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തില് ഒരു നാടിൽ നമ്മൾ പോയി മനസമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് എൻ്റെ ഈ യാത്രയിലെ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് ഞാൻ കാണുന്നു. താങ്ക് യു.